പുതിയ മലയാളം ടീച്ചർ. ഓക്കെ, അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടാം. നിങ്ങൾക്ക് എല്ലാവർക്കും മലയാളം ഇഷ്ടമല്ലേ? മലയാളം ഇഷ്ടമില്ലാത്ത ഒരു കുട്ടികളും നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാകാൻ പാടില്ല. എന്റെ മകന് മലയാളം അറിയാമെന്ന് അഭിമാനത്തോടെ പറയുന്ന രക്ഷിതാക്കളെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നിങ്ങളൊക്കെ എന്ത് ചെയ്യാം, നല്ല കുട്ടികളായിട്ട് മലയാളമായാലും മറ്റെല്ലാ ഭാഷകളായാലും നല്ല രീതിയിൽ പഠിച്ച് നല്ല മക്കളായിട്ട് വളരുക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് പോകാം. വളരെ നല്ല മഹത്തായ സന്ദേശം നൽകുന്ന നല്ലൊരു പാഠമാണ് നിങ്ങളിപ്പോ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഇതാണ് ദാനം, അല്ലെ? ജി മുതവാഹന്റെ കഥ നിങ്ങൾ വായിച്ചില്ലേ? ഈ ഒരു കഥകളും കവിതകളും നിങ്ങൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഇതിൽ നിന്നും നല്ല 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 പാഠങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള പാഠങ്ങൾ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് നിങ്ങൾ ജീവിതത്തിലുടനീളം നിങ്ങൾ പ്രാവർത്തികമാക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പഠിക്കുന്നതുകൊണ്ടുള്ള ഉപകാരം ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ ഇതൊക്കെ ഇത്തരം കഥകളൊക്കെ പഠിക്കുന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? നിങ്ങൾ നല്ല മക്കളായിട്ട് വളരുക, നല്ല മനുഷ്യരായിട്ട് ജീവിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പൊ എന്താണ് ജീവിതവാഹനം നമുക്ക് നൽകുന്ന സന്ദേശം അല്ലെങ്കിൽ മെസ്സേജ് എന്താണ്? നമ്മുടെ ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ത്യജിച്ചിട്ടാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം? അവർക്ക് സഹായം ചെയ്യാം, നന്മകൾ ചെയ്യാം. നല്ലത് മാത്രം നമ്മൾ എപ്പോഴും വിചാരിച്ച് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇതിന്റെ 7ാമത്തെ പ്രവർത്തനം മുതലാണ് ഇനി നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ചിരിക്കുക, പാഠഭാഗത്തിലേക്ക് ശ്രദ്ധിക്കുക. ടീച്ചർ പറയുമ്പോൾ അതേ സമയത്ത് തന്നെ നിങ്ങൾ എഴുതിയും വായിച്ചും പോയാൽ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? അപ്പൊ നമ്മള് 7ാമത്തെ പ്രവർത്തനത്തിലേക്ക് പോവാണ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെക്കുക, ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കുക. 7ാമത്തെ പ്രവർത്തനം എന്താണ്? വിഗ്രഹിക്കുക. ഓക്കെ, അവിടെ 2 പദങ്ങൾ കൊടുത്തിട്ടുണ്ട്, 2 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പ്രകൃതി ഭംഗി, നാഗരാജാവ്. നിങ്ങൾ കാണുന്നുണ്ടോ? 2 പദങ്ങൾ കൊടുത്തിട്ടുണ്ട്, പ്രകൃതി ഭംഗി, നാഗരാജാവ്. ഈ 2 വാക്കുകളും വിഗ്രഹിച്ച് എഴുതുവാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പ്രകൃതി ഭംഗി എന്നുള്ളത് എങ്ങനെ നമുക്ക് വിഗ്രഹിച്ച് എഴുതാം? വിഗ്രഹിച്ച് എഴുതുക എന്നോട് ഉദ്ദേശിക്കുന്നത് ഒരു വാക്കിനെ നമ്മൾ ഘടകങ്ങളാക്കി, അതായത് കുറച്ചുകൂടെ നീട്ടി എഴുതുക. നമ്മൾ പറയാനുള്ള എളുപ്പത്തിനാണ് ഒറ്റ വാക്കിൽ പ്രകൃതി ഭംഗി എന്ന് പറയുന്നത്. പ്രകൃതി ഭംഗി എന്ന് വിഗ്രഹിച്ച് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രകൃതിയുടെ ഭംഗി. മനസ്സിലായോ? അതായത് പ്രകൃതിയുടെ ഭംഗി എന്നുള്ളതാണ് നമ്മൾ ഒറ്റ വാക്കിൽ പ്രകൃതി ഭംഗി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നാഗരാജാവ് എങ്ങനെ നമുക്ക് വിഗ്രഹിച്ച് എഴുതാൻ പറ്റും? നാഗങ്ങളുടെ രാജാവ്. എങ്ങനെയാണ്? നാഗങ്ങളുടെ രാജാവ്. മനസ്സിലായോ? ഇതിൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പറയുന്നുണ്ട്. നിങ്ങളത് നോട്ട് ചെയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നം കൊണ്ടാണ്. നിങ്ങൾ ഇപ്പൊ വിഗ്രഹിക്കുക എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ സംസാരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഒറ്റ വാക്കിൽ പറയുന്നുണ്ട്. ഈ ഒറ്റ വാക്കിൽ പറയുക എന്നതിന് നമ്മൾ സമാസിക്കുക എന്നാണ് പറയുക. എന്താണ് സമാസിക്കുക? അതായത് നാഗരാജാവ്, പ്രകൃതി ഭംഗി, ഇങ്ങനെ നമ്മൾ ഒറ്റ വാക്കിൽ പറയുന്നതിനെ സമാസിക്കുക, സമാസങ്ങൾ എന്ന് പറയുന്നു. ഇതിന് നമ്മൾ കുറച്ചുകൂടെ നമ്മൾ വലിച്ചു നീട്ടി പറഞ്ഞില്ലേ? പ്രകൃതിയുടെ ഭംഗി, നാഗങ്ങളുടെ രാജാവ്, ഇങ്ങനെ നമ്മൾ പിരിച്ച് ഘടകങ്ങളാക്കി എഴുതുന്നതിനെ വിഗ്രഹിക്കുക എന്ന് പറയും. മനസ്സിലായോ? ഇതിന് നമുക്ക് ഇനിയും ഉദാഹരണങ്ങൾ എഴുതാം. ഉദാഹരണത്തിന് കൈ കാലുകൾ എന്നുള്ള സമാസം നമുക്ക് എങ്ങനെ വിഗ്രഹിച്ച് എഴുതാൻ പറ്റും? കൈകളും അത് തന്നെ കാലുകളും. മനസ്സിലായോ? വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. മാതാപിതാക്കൾ ഒരു സമാസത്തിന് ഉദാഹരണമാണ്. ഇത് നമുക്ക് എങ്ങനെ വിഗ്രഹിച്ച് എഴുതാൻ പറ്റും? മാതാവും പിതാവും, അല്ലെ? അടുത്തൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ മുന്നാഴി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മുന്നാഴി. ഇതെങ്ങനെ നമുക്ക് വിഗ്രഹിച്ച് എഴുതാൻ പറ്റും? 3 നാഴി. ഈ 3 നാഴി എന്നുള്ള അതിനെയാണ് നമ്മൾ ഒറ്റ വാക്കിൽ എന്ത് പറയുന്നത്? മുന്നാഴി. മനസ്സിലായോ? ഇങ്ങനെ അപ്പൊ നമ്മുടെ പാഠഭാഗത്തിൽ കൊടുത്തിട്ടുള്ള ഈ വർക്കുകൾക്ക് പുറമെ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളുടേതായിട്ടുള്ള ഉദാഹരണങ്ങൾ കൂടി നോട്ട്ബുക്കിൽ ചേർത്ത്. മനസ്സിലായോ? ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയതിൽ നിങ്ങൾ പൂരിപ്പിച്ചു കൊടുത്താൽ മതി. പക്ഷെ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ
നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പൊ ഞാൻ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇതുപോലെ നിങ്ങൾ ഉദാഹരണങ്ങൾ കണ്ടെത്തി, ഒരു 1-2 ഉദാഹരണങ്ങൾ കണ്ടെത്തി അതിനെ വിഗ്രഹിച്ച് എഴുതുക. നാഗരാജാവും പ്രകൃതി ഭംഗിയും നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നോട്ട്ബുക്കിലേക്ക് എഴുതണം. അതിന്റെ കൂടെ നിങ്ങളുടേതായിട്ടുള്ള ചില ഉദാഹരണങ്ങൾ 1-2 ആഡ് ചെയ്തിട്ട് നോട്ട്ബുക്കിലേക്ക് എടുത്തെഴുതുക. ഓക്കെ, അപ്പൊ അതാണ് വിഗ്രഹിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രവർത്തനം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോ ഇനി നമുക്ക് 8ാമത്തെ പ്രവർത്തനം നോക്കാം. എതിർലിംഗം എഴുതുക. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? എതിർലിംഗം എഴുതുക. നിങ്ങൾ മനസ്സിലാക്കണം, എതിർ പദമല്ല, എതിർ ലിംഗം എഴുതുക എന്നുള്ളതാണ്. എന്താണ് എതിർലിംഗം? സ്ത്രീലിംഗം, പുല്ലിംഗം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ സ്ത്രീയെയും പുരുഷനെയും നമ്മൾ വിശേഷിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ പറയുമ്പോഴും നമ്മൾ ഒരുപോലെയാണ് പറയാ? അല്ല, നമ്മൾ സ്ത്രീലിംഗവും പുല്ലിംഗവും ചേർത്തിട്ടാണ് അവരെ നമ്മൾ വിളിക്കുകയും പറയുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ 2 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? മഹാൻ, വൃദ്ധ. മഹാൻ എന്നുള്ളത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ? നമ്മൾ ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ മഹാൻ എന്ന് ചേർക്കുക? അതെ, ആണുങ്ങൾക്കാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഗാന്ധിജിയെ മഹാനായ വ്യക്തി എന്ന് പറയാറുണ്ട് അല്ലെ. അതുപോലെ മഹാനായ അക്ബർ ചക്രവർത്തിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? മഹാനായ അക്ബർ എന്നാണ് നമ്മൾ പറയുക. അപ്പോ മഹാൻ എന്നുള്ളത് ഗാന്ധിജിയും അക്ബർ ചക്രവർത്തിയൊക്കെ സ്ത്രീയാണോ പുരുഷനാണോ? അതെ, ആരാണ്? സ്ത്രീയാണോ? അല്ല, പുരുഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ മഹാൻ എന്ന് ചേർക്കും. അപ്പൊ മഹാൻ എന്ന് അവിടെ കാണുമ്പോൾ അതിന്റെ നേരെ വിപരീതമായിട്ടുള്ള ലിംഗം ഏതാണ്? സ്ത്രീലിംഗം ഏതാണ് നമ്മൾ ചേർക്കുക? എല്ലാവർക്കും അറിയോ? മഹതി. മഹാൻ, മഹതി. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അവിടെ വൃദ്ധ എന്ന് കൊടുത്തിട്ടുണ്ട്. വൃദ്ധ എന്നുള്ള പദം സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ? നിങ്ങൾ കഥകളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. വൃദ്ധയായ സ്ത്രീ ആലിൻ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു അല്ലേ? അവിടെ സ്ത്രീ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വൃദ്ധ എന്നുള്ളത് ഏത് ലിംഗത്തിൽപ്പെടും? സ്ത്രീലിംഗമാണ്. അപ്പോൾ നമുക്ക് അവിടെ ഏതാണ് കൂട്ടിച്ചേർക്കേണ്ടത്? അതെ, പുല്ലിംഗം. അപ്പോ വൃദ്ധ, നിങ്ങൾക്കറിയാം ഏതാണ്? വൃദ്ധൻ. വൃദ്ധ, വൃദ്ധൻ. മനസ്സിലായോ? മഹാൻ എന്നുള്ളത് പുല്ലിംഗമായതുകൊണ്ട് അതിന്റെ നേരെ എതിർ ലിംഗമായിട്ട് ഏതെഴുതുക? മഹതി, സ്ത്രീലിംഗം. അടുത്തത് വൃദ്ധ എന്നുള്ളത് സ്ത്രീലിംഗമായതുകൊണ്ട് എതിർലിംഗം ഏതായിരിക്കും വരിക? വൃദ്ധൻ. ഇനിയും നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ കൂട്ടിച്ചേർക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വീണ്ടും ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് വാക്കുകളുണ്ട്. നിങ്ങൾ ലേഖകൻ എന്ന് കേട്ടിട്ടുണ്ടോ? ലേഖകൻ. നിങ്ങൾ പത്രം വായിക്കുന്ന കുട്ടികളാണെങ്കിൽ അവിടെ എഴുതിയിട്ടുണ്ടാവും അല്ലെ? ലേഖകൻ എന്നിട്ട് അവരുടെ പേര് എഴുതിയിട്ടുണ്ടാവും. ലേഖകൻ എന്ന് പറയുമ്പോൾ അത് ആണിനെയാണോ പെണ്ണിനെയാണോ സൂചിപ്പിക്കുന്നത്? അതെ, അത് പുല്ലിംഗമാണ്. അതുകൊണ്ട് തന്നെ പുരുഷന്മാരെ ആണിനെ നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ലേഖകൻ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ സ്ത്രീയെ എഴുതുന്ന, അതായത് നമ്മൾ ലേഖനങ്ങളും എഴുതുകളൊക്കെ ചെയ്യുന്ന ആളുകളെയാണല്ലോ ലേഖകൻ എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ സ്ത്രീകളെ നമ്മൾ എന്ത് വിശേഷിപ്പിക്കും? ലേഖിക. മനസ്സിലായോ? ഇനി നമുക്ക് വേറെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങള് കുമാരനാശാൻ, കുഞ്ചൻ നമ്പ്യാർ ഒക്കെ കേട്ടിട്ടുണ്ടാവും കവികളെ കുറിച്ച്. ഇവരൊക്കെ അതായത് ഇവരൊക്കെ പുരുഷന്മാരായതുകൊണ്ട് തന്നെ നമ്മൾ കവികൾ എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ സുഗതകുമാരി അമ്മ, ബാലാമണി അമ്മ ഇവരൊക്കെ നമ്മൾ കവികൾ എന്നാണോ പറയാ? അല്ല, അവരൊക്കെ സ്ത്രീകളായതുകൊണ്ട് തന്നെ കവയിത്രികൾ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സ്ത്രീകളെയും പുരുഷന്മാരെയും നമ്മൾ സൂചിപ്പിക്കുന്നതിനെയും വിശേഷിപ്പിക്കുന്നതിനും ചേർക്കുന്ന ലിംഗമാണ് നമ്മൾ സ്ത്രീലിംഗവും പുല്ലിംഗവും. അപ്പൊ നിങ്ങൾക്ക് സ്ത്രീലിംഗമാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നേരെ വിപരീതം ഏതാണ്? പുല്ലിംഗം അവിടെ ചേർക്കുക. ഇപ്പോൾ മഹാൻ എന്നുള്ളതിന്റെ മഹതി, വൃദ്ധ, വൃദ്ധൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പോൾ എന്ത് ചെയ്യാ? ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള 2 ഉദാഹരണങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ടെക്സ്റ്റ് ബുക്കിൽ അവിടെ എന്താണോ കൊടുത്തിട്ടുള്ളത് അതിന് ഉത്തരം എഴുതിയാൽ മതി. പക്ഷേ നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള 2 ഉദാഹരണങ്ങൾ കണ്ടെത്തി അതും കൂടി അതിലേക്ക് കൂട്ടിച്ചേർക്കുക. ഓക്കെ,
9ാമത്തെ പ്രവർത്തനത്തിലേക്ക് പോകാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കുക. 9ാമത്തെ പ്രവർത്തനം എന്താണ്? നാനാർത്ഥം എഴുതുക. നാനാർത്ഥം എഴുതുക. അവിടെ 2 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ 2 വാക്കിന്റെയും നാനാർത്ഥം അതിൽ കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ വാക്കുകൾ? വൈരം, സ്വർഗം. വൈരത്തിന്റെ അതേ അർത്ഥം വരുന്ന മറ്റു വാക്കുകൾ അവിടെ ചേർക്കാനാണ് നാനാർത്ഥം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈരം എന്ന അർത്ഥം വരുന്ന മറ്റു പദങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാമോ? വൈരം എന്നത് എന്തിൽ പെടും? നമ്മൾ വൈരം, രത്നം ഒക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ രത്നത്തിൽപ്പെട്ട ഒന്നാണെന്ത്? വൈരം. അതുകൊണ്ട് തന്നെ വൈരത്തിന്റെ നാനാർത്ഥമാണെന്ത്? ഒരു രത്നം. മനസ്സിലായോ? വൈരം എന്നുള്ളതിന്റെ നാനാർത്ഥ പദമാണ് ഒരു രത്നം. അപ്പൊ അതിന്റെ നേരെ നിങ്ങൾ എന്ത് ചേർക്കുക? ഒരു രത്നം. മനസ്സിലായോ? വൈരം എന്നുള്ള പദത്തിന്റെ നാനാർത്ഥ പദമാണ് ഒരു രത്നം. അപ്പൊ അടുത്ത വാക്കാണെന്ത്? സ്വർഗം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലേസ് അല്ലേ? നമ്മളൊക്കെ പോകാൻ കാത്തിരിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സ്ഥലമാണ് ഇത്, സ്വർഗം. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിന്റെ അതേ അർത്ഥം വരുന്ന മറ്റ് പദങ്ങൾ ഏതൊക്കെയായിരിക്കും? മറ്റ് വാക്കുകൾ ഏതെല്ലാമായിരിക്കും? സ്വർഗം, ദേവനഗരം. ദേവനഗരം എന്ന് സ്വർഗത്തിനെ വിശേഷിപ്പിക്കാനുള്ള കാരണം ദേവന്മാരും ദേവതകളും വസിക്കുന്ന സ്ഥലം എന്നുള്ളൊരു അർത്ഥം കൂടി അതിന് വന്നതുകൊണ്ടാണ് ദേവനഗരം എന്ന നാനാർത്ഥം ഏതിന് വന്നത്? സ്വർഗത്തിന് വന്നത്. അപ്പൊ സ്വർഗത്തിന്റെ നാനാർത്ഥമാണ് ഏത്? ദേവനഗരം. മറ്റൊരു പദം കൂടി നമുക്ക് ഇനി പഠിക്കാം. സുഖസ്ഥലം. അല്ലെ? നമ്മൾ സ്വർഗം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? എല്ലാ സുഖ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലമാണ് ഇത്, സ്വർഗം. അതുകൊണ്ട് തന്നെ സ്വർഗത്തിന്റെ നാനാർത്ഥത്തിൽ വരുന്ന മറ്റൊരു പദമാണ് സുഖസ്ഥലം. അപ്പൊ നിങ്ങൾ അവിടെ എഴുതി ചേർക്കുക. വൈരം എന്നുള്ളിടത്ത് ഒരു രത്നം. അതിന്റെ നാനാർത്ഥ പദമാണ് ഒരു രത്നം. ഓക്കെ? സ്വർഗം, ദേവനഗരം, അതുപോലെ തന്നെ സുഖസ്ഥലം. മനസ്സിലായോ? അത് നിങ്ങൾ നോട്ട്ബുക്കിലും ടെക്സ്റ്റ് ബുക്കിലും എഴുതുക. ഡൗട്ടൊന്നുമില്ലല്ലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ മീറ്റില് ക്ലിയർ ചെയ്യാം. അടുത്തത് പ്രവർത്തനം 10. വാക്യത്തിൽ പ്രയോഗിക്കുക. അതായത് അവിടെ ചില വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. വാക്കിനെ വാക്യമാക്കി മാറ്റുക. എങ്ങനെയാണ് വാക്കിനെ വാക്യമാക്കി മാറ്റുക? നമ്മളൊരു വേർഡിനെ സെന്റൻസ് ആക്കി മാറ്റില്ലേ? ഇത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വാക്കിനെ എന്താക്കി മാറ്റുക? സെന്റൻസ് ആക്കി മാറ്റുക, വാക്യമാക്കി മാറ്റുക. ഏതൊക്കെയാണ് ആ വാക്കുകൾ? 4 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ദാനം ചെയ്യുക, ലക്ഷ്യം വെക്കുക, സന്ദേഹം, യഥാർത്ഥം. നിങ്ങളുടെ പാഠവുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് 4 എണ്ണം. ഈ 4 വാക്കുകളും നിങ്ങൾ ഈ പാഠഭാഗത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പൊ ഈ 4 വാക്കുകൾ അടങ്ങനെ വെച്ചിരിക്കുകയാണ്. അതിന് എന്തില്ല? നമ്മൾ ഈ ദാനം ചെയ്യുക, എന്ത് ദാനം ചെയ്യുക? ഒരു അർത്ഥം വരുന്നില്ല. അപ്പൊ നമുക്ക് ആ ഒരു വാക്കിനെ ഒരു വാക്യമാക്കി മാറ്റണം. അപ്പൊ എങ്ങനെയാ നമുക്ക് ദാനം ചെയ്യുക എന്നുള്ള വാക്കിനെ ഒരു വാക്യമാക്കി എങ്ങനെ മാറ്റാം? ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറയാമോ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞുതരാം. അയാളുടെ സമ്പത്ത് മുഴുവൻ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്തു. നമുക്ക് ദാനം ചെയ്യുക എന്നുള്ളതിനെ നമ്മളിപ്പോ എന്താക്കി മാറ്റി? ഒരു വാക്യമാക്കി മാറ്റി. വേറെ ഉദാഹരണം പറഞ്ഞുതരാം. രാമു തന്റെ സമ്പത്ത് മുഴുവൻ അനാഥ മന്ദിരത്തിലേക്ക് ദാനം ചെയ്തു. ഇങ്ങനെ നിങ്ങൾക്ക് ദാനം ചെയ്യുക എന്നുള്ള വാക്കിനെ വ്യത്യസ്തമായ വാക്യത്തിലേക്ക് മാറ്റാം. ഞാൻ പറഞ്ഞത് തന്നെ എഴുതണമെന്നൊരു നിർബന്ധവുമില്ല. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ദാനം ചെയ്യുക എന്നുള്ള വാക്കിനെ നല്ല രീതിയിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ല വാക്യത്തിലേക്ക് ഇതിനെ മാറ്റിക്കൊണ്ടുവരാം. ഓക്കെ? അപ്പൊ നമ്മൾ 2 ഉദാഹരണങ്ങൾ ഇവിടെ പറഞ്ഞു. തന്റെ സമ്പത്ത് മുഴുവൻ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്തു. രാമു തന്റെ സമ്പത്ത് അനാഥ മന്ദിരത്തിലേക്ക് ദാനം ചെയ്തു. ദാനം ചെയ്യുക എന്നുള്ള വാക്കിനെ നമ്മൾ എന്താക്കി മാറ്റി? ഇവിടെ വാക്യമാക്കി മാറ്റി. അടുത്ത വാക്യം ഏതാണ്? ലക്ഷ്യം വെക്കുക. ലക്ഷ്യം വെക്കുക എന്നുള്ളത് ഒരു വാക്കാണ്. അതിനെ നമുക്കിനി എന്തിലേക്ക് മാറ്റണം?
വാക്യത്തിലേക്ക് മാറ്റണം, അല്ലെ? സെന്റൻസിലോട്ട് മാറ്റണം. അതെങ്ങനെ മാറ്റാം? ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അയാളുടെ വാക്കുകൾ ലക്ഷ്യം വെക്കുന്നത് എന്നെയായിരുന്നു. അങ്ങനെ പറയാം, അല്ലെ? ചില ആളുകൾ നമ്മളെ ലക്ഷ്യം വെച്ച് ചില കാര്യങ്ങൾ പറയും. അപ്പൊ നമുക്ക് ലക്ഷ്യം വെക്കുക എന്നുള്ളതിന് ഉദാഹരണമായിട്ട് എന്ത് എഴുതാം? അയാളുടെ വാക്കുകൾ ലക്ഷ്യം വെക്കുന്നത് എന്റെ തന്നെ ആയിരുന്നു. അങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ വേറെ ഉദാഹരണം പറഞ്ഞു തരാം. വേടന്റെ അമ്പ് മാനിനെ ലക്ഷ്യം വെച്ച് കുതിച്ചു. അങ്ങനെ എഴുതാം. അങ്ങനെ നിങ്ങൾ ലക്ഷ്യം വെക്കുക എന്നുള്ള പദത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വാക്യത്തിലേക്ക് മാറ്റുക. ഓക്കെ? അപ്പോ അടുത്തത് നമ്മള് സന്ദേഹം. ഏതാണ്? സന്ദേഹം. സന്ദേഹം എന്ന് വെച്ചാൽ എന്താണ്? സംശയം. നമ്മൾ സംശയിക്കുന്ന കാര്യങ്ങളെ, അതായത് സംശയം എന്നുള്ള വാക്കിന്റെ അതേ അർത്ഥം വരുന്ന മറ്റൊരു വാക്കാണ് സന്ദേഹം. അപ്പൊ സന്ദേഹം എന്നുള്ള വാക്കിനെ നമുക്കൊരു വാക്യത്തിലേക്ക് മാറ്റണം. നിങ്ങൾ സംശയം എന്ന് വെച്ച് തുടങ്ങുന്ന ഒരുപാട് വാക്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചേർക്കാം? സന്ദേഹം എന്ന് ചേർക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, രാജു മോഷ്ടാവാണെന്ന് പോലീസിന് സന്ദേഹമുണ്ടായിരുന്നു. പോലീസിന് അവിടെ എന്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്? സംശയമുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ സന്ദേഹം എന്നുള്ള വാക്കിനെ ഒരു വാക്യത്തിലേക്ക് മാറ്റി. ഇങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് എന്തുണ്ടാക്കാം? വാക്യങ്ങൾ സന്ദേഹം വെച്ചിട്ടുണ്ടാക്കാം. ഞാനൊരു ഉദാഹരണം പറഞ്ഞു തന്നു. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാം? സന്ദേഹം എന്നുള്ള വാക്കിന്റെ മറ്റ് ഉദാഹരണങ്ങൾ, വാക്യത്തിലേക്ക് മാറ്റിയിട്ടുള്ള മറ്റു ഉദാഹരണങ്ങൾ എഴുതുക. ഓക്കെ? പിന്നെ അവസാനത്തെ വാക്ക് യഥാർത്ഥം. ഇതും നിങ്ങളുടെ പാഠഭാഗത്ത് നൽകിയിരിക്കുന്ന വാക്കാണ്. അപ്പൊ യഥാർത്ഥം എന്നുള്ള വാക്കിനെ നമുക്ക് എങ്ങനെ വാക്യത്തിലേക്ക് മാറ്റാം? ഒരു ഉദാഹരണം പറയാം. വാർത്തയുടെ യഥാർത്ഥം അറിയാൻ അമ്മു അതിയായി ആഗ്രഹിച്ചിരുന്നു. അല്ലെ? ചില വാർത്തകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അത് സത്യമാണോ, യഥാർത്ഥമാണോ? സത്യം എന്ന് വെച്ചാൽ യഥാർത്ഥം ആണോ എന്ന് അറിയാൻ നമ്മൾ വളരെയധികം ആഗ്രഹിക്കും. പ്രത്യേകിച്ച് നമ്മൾ വാട്സപ്പിലൂടെ ചില വാർത്തകളും ഒക്കെ വരും, അല്ലെ? അപ്പൊ നമ്മളിത് സത്യം തന്നെയാണോ നമ്മൾ സംശയിക്കും, അല്ല ആഗ്രഹിക്കും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. യഥാർത്ഥം എന്നുള്ള വാക്കിനെ നമ്മളൊരു വാക്യത്തിലേക്ക് മാറ്റി. എന്താണ്? വാർത്തയുടെ യഥാർത്ഥം അറിയാൻ അമ്മു അതിയായി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയും പറയാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥം എന്നുള്ള വാക്കിനെ മറ്റൊരു പല രൂപത്തിലും വാക്യത്തിലേക്കാക്കി മാറ്റാം. അപ്പൊ ഞാൻ പറഞ്ഞ ഉദാഹരണം മാത്രം നിങ്ങൾ പഠിച്ചാൽ പോരാ. നിങ്ങളുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ചില ഉദാഹരണങ്ങൾ കൂടി അതിൽ ആഡ് ചെയ്യുക, നോട്ട്ബുക്കിലേക്ക് രേഖപ്പെടുത്തുക. ഞാൻ പറയണ്ടല്ലോ, നമ്മൾ 4 വാക്കുകൾ വാക്യത്തിലേക്ക് പഠിച്ചു. ദാനം ചെയ്യുക, ലക്ഷ്യം വെക്കുക, സന്ദേഹം, യഥാർത്ഥം. 4 വാക്കിനും വാക്യത്തിലേക്ക് നമ്മൾ മാറ്റിയില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇതുപോലെ ഈ വാക്കുകളെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടേതായിട്ടുള്ള വാക്യത്തിലേക്കും മാറ്റി എഴുതുക. ഓക്കെ? അപ്പൊ ഇനി നിങ്ങൾ 11ാമത്തെ പ്രവർത്തനം, പാഠഭാഗത്തിലെ 11ാമത്തെ പ്രവർത്തനം എല്ലാവരും എടുക്കുക. അവിടെ എന്താണ് ചോദ്യം കൊടുത്തിരിക്കുന്നത്? അടിവരയിട്ടിരിക്കുന്ന പദത്തിന് പകരം അതേ അർത്ഥം വരുന്ന മറ്റൊരു പദം ചേർത്ത് വാക്യം മാറ്റി എഴുതുക. അവിടെ 2 വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ 2 വാക്യത്തിലും ഓരോ വാക്കിന് അടിവര ഇട്ടിട്ടുണ്ട്. ആ അടിവരയിട്ട വാക്കിന് പകരം അതേ അർത്ഥം വരുന്ന മറ്റൊരു വാക്ക് അവിടെ എഴുതുക. എന്നിട്ട് വാക്യം മാറ്റി എഴുതുക. ഓക്കെ? ഏതാണ് അവിടെ 2 വാക്യങ്ങൾ? 1ാമത്തെ വാക്യം, ഈ ശരീരം കൊണ്ട് മറ്റൊരു ജീവനെ രക്ഷിക്കുവാൻ എനിക്ക് കഴിഞ്ഞു. ഇതാര് പറഞ്ഞതാണ്? ആര് പറഞ്ഞത്? നിങ്ങളുടെ പാഠഭാഗം വായിച്ച കുട്ടികൾക്ക് അറിയാം. ഇതാണ് ദാനം എന്നുള്ള പാഠത്തെ ബേസ് ചെയ്തിട്ടാണ് ഇത് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അല്ലെ? ജീമൂത വാഹനൻ. അപ്പോ ഈ ഒരു വാക്യത്തിൽ ശരീരം എന്നുള്ള വാക്ക് അടിവര ഇട്ടിട്ടുണ്ട്. അപ്പൊ ശരീരം എന്ന് അതേ അർത്ഥം വരുന്ന മറ്റൊരു വാക്ക് നമുക്ക് അവിടെ ചേർത്ത് ഈ വാക്യത്തെ മാറ്റി എഴുതേണ്ടതുണ്ട്, അല്ലെ? ശരീരം എന്ന് അതേ അർത്ഥം വരുന്ന മറ്റൊരു വാക്യം ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഏതാണ്? അതെ, ദേഹം, അല്ലെ? നമ്മൾ പറയാറുണ്ട് ദേഹത്താകെ ചെളിയായി എന്ന് പറയാറുണ്ട്. ദേഹത്താകെ ചെളിയായി എന്ന് പറയുമ്പോഴും ശരീരത്തിലാകെ ചെളിയായി എന്ന് പറയുമ്പോഴും ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് രണ്ടും ഒരേ അർത്ഥമായതുകൊണ്ട് തന്നെ
ഈ ഒരു വാക്യത്തിൽ നമുക്ക് അവിടെ ശരീരം എന്നുള്ളിടത്ത് എന്ത് ചേർക്കാം? ദേഹം എന്ന് ചേർത്ത് വാക്യത്തെ മാറ്റി എഴുതാം. അപ്പൊ എങ്ങനെ എഴുതണം? ഈ ദേഹം കൊണ്ട് മറ്റൊരു ജീവനെ രക്ഷിക്കുവാൻ എനിക്ക് കഴിഞ്ഞു. അങ്ങനെ ആ വാക്യത്തെ നിങ്ങൾക്ക് മാറ്റി എഴുതാം. മനസ്സിലാവുന്നുണ്ടോ? രണ്ടാമത്തേത് ഏതാണ്? ഗരുഡൻ ജീമൂതവാഹനനെ പ്രണമിച്ചു. പ്രണമിച്ചു എന്നുള്ളത് നമ്മൾ ബഹുമാനാർത്ഥം പറയുന്നതാണ്. അവിടെ പ്രണമിച്ചു എന്നുള്ള വാക്ക് അടിവരയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടിവരയിട്ടിരിക്കുന്ന ആ ഒരു വാക്കിന് പകരം പ്രണമിച്ചു എന്ന അതേ അർത്ഥം വരുന്ന മറ്റൊരു വാക്ക് അവിടെ ചേർക്കണം നമുക്ക്. പ്രണമിച്ചു എന്ന് പറയുമ്പോൾ അവിടെ അതേ അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? അല്ലെ, നമ്മൾ പ്രണമിക്കുക, അതുപോലെ വണങ്ങുക, അല്ലെ, വണങ്ങുക, പ്രണമിക്കുക എന്നുള്ളതൊക്കെ ഒരേ അർത്ഥം വരുന്ന വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ പ്രണമിച്ചു എന്നുള്ളിടത്ത് നിങ്ങൾക്ക് എന്തെഴുതാം? വണങ്ങി എന്നെഴുതാം. ഓക്കെ, അപ്പൊ അവിടെ ഗരുഡൻ ജീമൂതവാഹനനെ വണങ്ങി. ഓക്കെ, അല്ലെങ്കിൽ തൊഴുതു. ഇങ്ങനെ ഇതിലേത് പദം വേണമെങ്കിൽ നിങ്ങൾക്ക് എവിടെ ചേർക്കാം? പ്രണമിച്ചു എന്നുള്ള വാക്കിന് പകരമായിട്ട് ചേർത്ത് ആ വാക്യത്തെ മാറ്റാം. അപ്പൊ ഒന്നാമത്തേത് ശരീരം എന്നുള്ളിടത്ത് ദേഹം എന്നാക്കാം. രണ്ടാമത്തേത് പ്രണമിച്ചു എന്നുള്ളിടത്ത് വണങ്ങി അല്ലെങ്കിൽ തൊഴുതു എന്നും ആക്കാം. നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മളിനി 12ാമത്തെ പ്രവർത്തനത്തിലേക്ക് പോവുകയാണ്. ശരിയായ വാക്ക് എടുത്തെഴുതുക. അവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അത് രണ്ട് രീതിയിലാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അതിന്റെ ഉച്ചാരണവും എഴുതിയ രീതിയും നിങ്ങൾ ശ്രദ്ധിച്ചാലേ അതിലെ മാറ്റം മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ രണ്ടും ഒരുപോലെ തോന്നും, പക്ഷേ അതിൽ ചില മിസ്റ്റേക്കുകൾ ഉണ്ട്. എന്താണ്? അവിടെ 4 വാക്കുകൾ 2 വിധത്തിൽ കൊടുത്തിട്ടുണ്ട്. പ്രവൃത്തി, പ്രവൃത്തി, പ്രവൃത്തി. ഏതാണ് ശരി? പ്രവൃത്തി എന്നാണോ പ്രവൃത്തി എന്നാണോ? നിങ്ങൾക്കറിയാം ഏതാണ്? അതെ, പ്രവൃത്തി രണ്ടാമത്തേതാണ് ശരി. നമ്മൾ ഒരിക്കലും പ്രവൃത്തി എന്നല്ല പറയുക. നിങ്ങൾ ഉച്ചാരണം ശ്രദ്ധിക്കുക, എഴുതുന്ന രീതി ശ്രദ്ധിക്കുക, എന്നാലേ അതിലെ ഡിഫറൻസ് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ഏതാണ് ശരി? പ്രവൃത്തി. ഓക്കെ, രണ്ടാമത്തേത് ചടുതി, ചടിതി. നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ചടിതി എന്നുള്ളത് തടിതി എന്നായിരിക്കും പറഞ്ഞു തന്നിട്ടുണ്ടാവുക. പക്ഷെ അത് അങ്ങനെയല്ല ഉച്ചരിക്കുക. അത് ചെറിയൊരു ക്ലിയറൻസ് ഉണ്ട്. ചടിതി എന്നാണ് അത് ഉച്ചരിക്കുക. ഓക്കെ, നിങ്ങൾ ചാൻസി റാണി എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങൾക്ക് സ്വരാക്ഷരങ്ങളിൽ ഈ ഒരു അക്ഷരം വരുന്നുണ്ട്. അപ്പൊ അത് ച എന്നുള്ള ഉച്ചാരണമാണ് വരുന്നത്. അപ്പൊ അതില് ചടുതി എന്നാണോ ചടിതി എന്നാണോ ശരിക്കും ഉച്ചരിക്കുക? ഏതാണ് അതിൽ കറക്റ്റ് ആയിട്ടുള്ളത്? നിങ്ങളുടെ പാഠഭാഗത്തിലുള്ള വാക്കാണ്, നിങ്ങൾക്ക് അറിയാം ഏതാണ്. അതെ, രണ്ടാമത്തെ വാക്കായിട്ടുള്ള ചടിതി, ചടിതി എന്നുള്ളതാണ് അതില് കറക്റ്റ്. മനസ്സിലായല്ലോ? അടുത്തത് മൂന്നാമത്തേത് ഗരുഡൻ, ഗരുഡൻ. ഗരുഡൻ എന്നാണോ ഗരുഡൻ എന്നാണോ ശരി? ഏതാണ്? ഗരുഡൻ അല്ലെ? നമ്മൾ ഗരുഡൻ എന്ന് പറയോ? അങ്ങനെ എഴുതുവോ? ഇല്ല. അത് മൂഢൻ എന്നുള്ള ആ ഒരു അക്ഷരമാണ് അവിടെ രണ്ടാമത്തെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആര് തെറ്റാണ്. ഏതാണ് ശരി? ഒന്നാമത്തെ എഴുതിയതാണ് ശരി. ഗരുഡൻ എന്നുള്ളതാണ് അതിൽ കറക്റ്റ്. അവസാനത്തേത് അമൃത്, അമൃത്. അവസാനത്തെ ദ ശ്രദ്ധിക്കുക. അവസാനത്തെ അമൃത് എന്നുള്ളതിൽ ദായാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തിൽ ത എന്നുള്ള അക്ഷരമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അമൃത് എന്ന് എഴുതുമ്പോൾ അമൃത് എന്നാണോ അമൃത് എന്നാണോ നമ്മൾ എഴുതുക? ഏതാണ് ശരി? അതെ, രണ്ടാമത്തേത്. രണ്ടാമത്തേത് അമൃത് എന്നാണ് ശരി. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒന്നാമത്തേതിൽ പ്രവൃത്തി, പ്രവൃത്തി, പ്രവൃത്തി എന്നുള്ളതിൽ രണ്ടാമത്തേതാണ് ശരി. ചടുതി, ചടിതി എന്നുള്ളതിൽ ചടിതി എന്നുള്ളതാണ് ശരി. ഗരുഡൻ, ഗരുഡൻ എന്നുള്ളതിൽ ഒന്നാമത്തെ ഗരുഡൻ എന്നുള്ളതാണ് ശരി. അമൃത്, അമൃത് ഇതിൽ അമൃത് എന്നുള്ളതാണ് ശരി. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഇത് എഴുതുമ്പോഴും വായിക്കുമ്പോഴും നിങ്ങൾ ശരിയായ രീതിയിൽ എഴുതുകയും ഉച്ചരിക്കുകയും വേണം. അതിനാണ് ഈ പ്രവർത്തനം തന്നിട്ടുള്ളത്. നിങ്ങൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ അതുപോലെ അക്ഷരതെറ്റുകളോ ഒന്നും നിങ്ങൾ വരുത്താൻ പാടുള്ളതല്ല. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്. നിങ്ങളുടെ നോട്ട്ബുക്കിലും ടെക്സ്റ്റ് ബുക്കിലും ശരിയായ കോളത്തിൽ ശരിയായ വിധത്തിൽ നിങ്ങൾ എഴുതുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് 13, 14, 15 ഈ 3 പ്രവർത്തനങ്ങളും ഞാനിവിടെ വായിച്ചു തരാം. അത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ
നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അതിന്റെ ആൻസർ എഴുതാൻ വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഞാനിത് വായിച്ചു തരാം. നിങ്ങളുടെ മലയാളം ക്ലാസ് എന്നാണ്? ചൊവ്വാഴ്ചയാണ് വരുന്നത്. അപ്പൊ അന്നത്തെ ദിവസം നിങ്ങൾ രാവിലെ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതുമല്ലോ, ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ എഴുതുമല്ലോ. അതിനോടൊപ്പം തന്നെ 13-ാമത്തെയും 14-ാമത്തെയും 15-ാമത്തെയും ചോദ്യം എഴുതുക. അതിനുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്തി വരിക. അത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആണ്. കാരണം നമ്മൾ ഈ ജീമുതവാഹനന്റെ ഇതാണ് ദാനം എന്നുള്ള ഒരു പാഠഭാഗം പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം എഴുതാം. ഇതിന്റെ ഉത്തരം നിങ്ങൾ സ്വയം കണ്ടെത്തിയാലേ നിങ്ങൾക്ക് ഈ പാഠം മനസ്സിലായെന്ന് ടീച്ചർക്ക് അറിയാൻ പറ്റുകയുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ ക്വസ്റ്റ്യൻസ് വായിച്ചു തരാം. അതിന്റെ ഉത്തരം ഇനി നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വരിക. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും അതിനോടൊപ്പം നിങ്ങളുടെ ഉദാഹരണങ്ങളും നിങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതുക. അത് മറക്കരുത്. 13-ഉം 14-ഉം 15-ഉം നിങ്ങൾ ഒറ്റയ്ക്ക് കണ്ടെത്തി വരിക. ചോദ്യം ഞാൻ വായിച്ചു തരാം. 13-ാമത്തെ ചോദ്യം എന്താണ്? ടെക്സ്റ്റ് ബുക്ക് നോക്കൂ. ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. മരച്ചുവട്ടിൽ നിന്ന് ആരുടെ രോദനമാണ് ജീമൂതവാഹനൻ കേട്ടത്? നിങ്ങൾക്ക് അറിയാം, പാഠഭാഗം പഠിച്ച കുട്ടികൾക്ക് ഇതിന്റെ ഉത്തരം അറിയാം. അവിടെ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കദ്രുവിന്റെ, വിനതയുടെ, വൃദ്ധസർപ്പത്തിന്റെ. ഓക്കെ, മരച്ചുവട്ടിൽ നിന്ന് ആരുടെ രോദനമാണ് ജീമൂതവാഹനം കേട്ടത്? ഇവിടെ കദ്രുവിന്റെ ആണോ, വിനതയുടെ ആണോ, വൃദ്ധസർപ്പത്തിന്റെ ആണോ? നിങ്ങൾക്ക് ഉത്തരം അറിയാം. അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ ചോദ്യവും ഉത്തരവും എഴുതുക. മനസ്സിലായോ? അടുത്ത ചൊവ്വാഴ്ച ക്ലാസ് നമുക്ക് കാണണം. അതിനുത്തരം നിങ്ങളുടെ നോട്ട്ബുക്കിൽ എല്ലാവരും സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, ഇനി 14-ാമത്തെ ചോദ്യം. അതും ഏതാണ്? ഉത്തരം എഴുതുക. എന്താണ്? 1-ാമത്തെ ചോദ്യം, വിനതയെ ദാസിയാക്കിയതാര്? 2. ഗരുഡന് ഇരയെ കുറിച്ച് സംശയം തോന്നാൻ കാരണം എന്ത്? 3-ാമത്തെ ചോദ്യം. 14-ൽ 3-ാമത്തെ ചോദ്യം, ജീമൂതവാഹനനെ പ്രണമിച്ചുകൊണ്ട് ഗരുഡൻ പറഞ്ഞതെന്ത്? ഇതൊക്കെ പാഠഭാഗം വായിച്ച കുട്ടികൾക്ക് അറിയാം. ഇതിന് ഉത്തരം നിങ്ങൾ എഴുതിയാലേ, നിങ്ങൾക്ക് അറിഞ്ഞാലേ നിങ്ങൾക്ക് ഈ പാഠഭാഗം മനസ്സിലായെന്ന് ടീച്ചർക്ക് അറിയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇതിന് ഉത്തരം പാഠഭാഗം ഒന്നുകൂടെ വായിച്ച് ഉത്തരം കണ്ടെത്തുക. മനസ്സിലായോ? 13-ാമത്തെ ചോദ്യം എന്തായിരുന്നു? ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അതിന് തിരഞ്ഞെടുത്ത് എഴുതിയാൽ മതി. 14-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അതിൽ കൊടുത്തിട്ടില്ല. നിങ്ങൾ അതിന്റെ ഉത്തരം എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്ക് വായിച്ച് കണ്ടെത്തി എഴുതുക. ഓക്കെ, അടുത്തത് 15-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. നിങ്ങൾ ഒരു വട്ടം ചെയ്തിട്ടുള്ളതാണ്. സമാനാർത്ഥം അല്ലെങ്കിൽ നാനാർത്ഥം ഒക്കെ പഠിക്കുമ്പോൾ അതേ വാക്കുകൾ തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിരിക്കും. 15-ാമത്തെ ചോദ്യം നോക്കൂ. പകരം പദം കണ്ടെത്തി എഴുതുക. എന്തൊക്കെയാണ് ആ പദങ്ങൾ കൊടുത്തിട്ടുള്ളത്? കരച്ചിൽ എന്നതിന് പകരം പദം കണ്ടെത്തുക. സർപ്പം എന്ന ആ ഒരു വാക്കിന് പകരം പദം വേറെ കണ്ടെത്തുക. പെട്ടെന്ന്. ഇങ്ങനെ 3 പദങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. കരച്ചിൽ, നിങ്ങൾക്ക് അറിയാം കരച്ചിൽ എന്നുള്ള വാക്കിന്റെ പകരപദം നിങ്ങളുടെ പാഠഭാഗത്തുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കരച്ചിൽ എന്നുള്ള ആ ഒരു വാക്കിന് പകരപദം നിങ്ങൾ എഴുതുക. സർപ്പം എന്നുള്ള വാക്കിന് പകരപദം എഴുതുക. പെട്ടെന്ന് എന്നുള്ള വാക്കിനും പകരപദം എഴുതുക. ഈ 3 ചോദ്യങ്ങളും, അതായത് 13, 14, 15 നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഇതിന്റെ ഉത്തരം ഞാനിവിടെ പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. കാരണം പാഠഭാഗം പഠിച്ചോ എന്ന് ടീച്ചർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങളോട് സ്വയം എഴുതാൻ പറഞ്ഞത്. അപ്പൊ അതാരും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളുടെ ബാക്കിയുള്ള ചോദ്യത്തിന് ഒപ്പം തന്നെ ഇതും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ആൻസറിലെ വല്ല തെറ്റും കാര്യങ്ങളും വരികയാണെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യാം, നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ ഉത്തരം നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോ ഇന്നത്തെ മലയാളം ക്ലാസ്സിൽ നമ്മൾ 15-ാമത്തെ പ്രവർത്തനം വരെയുള്ള നമ്മൾ പ്രവർത്തനം ചെയ്തു കഴിഞ്ഞു. ജീമൂതവാഹനന്റെ മനോഹരമായ കഥ നമ്മളിവിടെ അവസാനിക്കുകയാണ്. അപ്പൊ കുട്ടികൾ നന്നായിട്ട് പാഠഭാഗമൊക്കെ വായിച്ച് നല്ല മക്കളായിട്ട് വളരുക. അപ്പൊ അടുത്ത മലയാളം ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നല്ലൊരു ദിവസം നിങ്ങൾക്ക് നേരുകയാണ്. ഓക്കെ, താങ്ക് യു. പ്രവർത്തനം 13, 14, 15 ചെയ്യുന്നതിനോടൊപ്പം അതിൻ്റെ ഓഡിയോ അതിൻ്റെ കൂടെ സെൻഡ് ചെയ്യേണ്ടതാണ്.